ചടങ്ങിന് ഞാൻ പോകാൻ പറ്റില്ല. ഇതിപ്പോ അറിഞ്ഞപ്പോ അതേ ഒരവസ്ഥ. ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചു നടന്നിട്ടില്ല. അമ്മ സമയം മുതൽ തന്നെ പല രീതിയിൽ പറയുന്നതാണ്, കൃത്യമായി റാഗിങ് അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി വേണം എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാര്യം അല്ലേ? നമ്മുടെ ശിക്ഷ ഇത്രയും കുറയുന്ന കാലത്തും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ പൂക്കോട്ടിലുള്ള DNA അസിസ്റ്റന്റ് വന്നത് തിരികെ എടുത്തില്ലേ, അതുപോലെ ഇതൊരു പുകമറയാ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. അന്ന് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ നടപടികളൊക്കെ എടുത്തിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് കുറെയെങ്കിലും ഒക്കെ ഒഴിവാക്കിക്കൂടെയായിരുന്നു. ഒരു പേടിയില്ലല്ലോ, അവർക്ക് തിരികെ കയറാം. ഇതേ സാലറി കട്ടാവില്ല, കുട്ടികൾക്ക് തിരികെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടപെടൽ കൊണ്ട് മാത്രം, പിന്നെ ഗവർണർ അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കുട്ടികൾ പുറത്ത് നിൽക്കുന്നത്. അതെ, അതും ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളാറായിട്ടില്ലല്ലോ. ഞങ്ങളന്ന് കോളേജിൽ പോയ സമയത്ത്, പൂക്കോട് പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു സ്വാഭാവിക മരണം എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു മാസത്തോളം രാവിലെ എണീക്കുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അവിടെ നടന്നതാണ്. അവൻ ഉപയോഗിച്ച കണ്ണട പോലും, പേഴ്സ്, കണ്ണട, ബെൽറ്റ്, ഇതൊന്നും ഞങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതെവിടെയെന്ന് പറയാൻ പോലും ഒരു അധികാരികൾക്കും ഇപ്പോഴും മറുപടി ഇല്ലാത്ത. ഈ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ അമ്മ പലതവണയും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, അതിൽ കുറ്റക്കാരായവർക്കൊന്നും തന്നെ കൃത്യമായ ശിക്ഷ കിട്ടിയിട്ടില്ല, അവരെയൊക്കെ വീണ്ടും വളരെ എളുപ്പത്തിൽ വിടുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അമ്മ പറയുന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴും അത് നീതി വളരെ അകലെയായി തോന്നുകയാണ്. ഈ DNA അസിസ്റ്റന്റ് പറയും നാരായണനെയും കാന്തനാഥനെയും ഒരു മാസത്തിനകത്ത് തിരികെ എടുക്കാൻ ഓർഡർ വന്ന ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവരെ ഇപ്പോൾ 9 മാസമെങ്കിലും അകത്ത് നിന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി നിയമത്തിന് വേണ്ടി അവർക്ക് ഒരു ബക്കറ്റ് വിരിവരെ കോളേജിൽ നടത്തിയിരുന്നു. അപ്പോൾ എത്രത്തോളം അവിടെ അധ്യാപകർക്ക്, എത്രത്തോളം അധ്യാപക സംഘടന അതും ഇടതുപക്ഷത്തിന് ഈ സമാനമായ ഒരു സംഭവം കേൾക്കുമ്പോൾ വല്ലാത്ത ദുഃഖം നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്ന് അമ്മയെ കാണാൻ കണ്ട് നിൽക്കാൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട്. 2 വർഷം കൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാ സങ്കടം. നമ്മുടെ മോൻ പോയാൽ അതിനെന്തെങ്കിലും ഒരർത്ഥമുണ്ടാവണമെങ്കിൽ ഇതിനി ഒന്നും നടന്നുകൂടാ. അത് വീണ്ടും നടക്കുന്നു എന്നറിയുമ്പോൾ ഇത്രയ്ക്കും ശിക്ഷ ഇളവുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. പേടിയില്ല, ആർക്കും പേടിയില്ല. നമ്മൾ പറയുകയായിരുന്നു, സിദ്ധാർത്ഥും ഇതിനുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അഡ്മിഷൻ നേടിയവരാണ് അവർ. അതെ, ഈ റിസർവേഷനിൽ കൂടെ കയറുന്ന കുട്ടികൾക്ക് എന്തോ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്ന് അറിയുന്നത്. അത് മെറിറ്റ് സീറ്റിൽ കയറുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റുന്നില്ല എന്നുകൊണ്ടാണോ അറിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.